എലീനാണെങ്കിൽ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, എന്റെ മകനൊന്നും പറ്റാൻ പാടില്ലെന്ന് പറയാണ്. തുടർന്ന് ഹംസ ആണെങ്കിൽ ഷിറാനിയെ കാണാനായിട്ട് പോവുകയാണ്. ഷിറാനിയോട് അവൻ ആദ്യം അവർ റഹ്മാനെ കൊന്നു, പിന്നീട് നിങ്ങളുടെ പേരക്കുട്ടി ഷഹസാദിനെ കൊന്നു, ബലൂച്ച് കുട്ടികൾ തീവ്രവാദികളാണെന്ന് പറഞ്ഞു കൊല്ലുന്നു, അവൻ ഇന്ന് ഉസൈറിനെയും കൊല്ലും, അവനെ കൊല്ലാൻ സമയമാണെന്ന് SP യെ കുറിച്ച് ഷിറാനിയോട് ഹംസ പറയുകയാണ്. അപ്പോൾ ഷിറാനിയുടെ കൂടെ ഉണ്ടായിരുന്ന ബലൂച്ച് പയ്യൻ താൻ SP യെ കൊന്നാളാം എന്ന് പറയുകയാണ്. തന്റെ സഹോദരങ്ങളെ SP ടെററിസ്റ്റ് ആണെന്ന് പറഞ്ഞ് കൊന്നു കളഞ്ഞതിന്റെ ദേഷ്യം അവനുണ്ട്. തുടർന്ന് ഹംസ SP യെ വിളിച്ചിട്ട് ഉസൈറിനെയും കൊണ്ട് എയർപോർട്ടിന്റെ ബാക്കിലുള്ള റോഡിലൂടെ പോയിക്കോളൂ എന്ന് പറയാണ്. പക്ഷേ SP ആണെങ്കിൽ ഹംസയോട് നീ എവിടെയാണുള്ളതെന്ന് ചോദിച്ചപ്പോൾ ഹംസ വീട്ടിലാണെന്ന് പറയാണ്. തന്റെ കൂടെയുള്ള പോലീസുകാരനോട് ഉസൈറിനെയും കൂട്ടി എയർപോർട്ടിന്റെ ബാക്കിലുള്ള റോഡിലൂടെ പോകാനും തുടർന്ന് SP ഹംസയെ കൊല്ലാനായിട്ട് അവന്റെ അടുക്കലേക്ക് പോവാണ്. SP യെ കൊല്ലാമെന്ന് പറഞ്ഞ ബലൂച്ച് പയ്യന് അങ്ങനെ SP യെ ഫോളോ ചെയ്ത് പോവാണ്. അങ്ങനെ ഒരു ജംഗ്ഷനിൽ വെച്ചിട്ട് തന്റെ കാറിൽ സെറ്റ് ചെയ്ത ബോംബ് SP യുടെ കാറുമായി കൂട്ടിമുട്ടിച്ച് അവിടെ ഒരു ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായി SP മരിച്ചു പോവുകയാണ്. ഇതൊക്കെ ലൈവായിട്ട് ഹംസയും ജമീൽ ജമാരയും ഹംസയുടെ വീട്ടിൽ വെച്ച് കാണുന്നുണ്ട്. അങ്ങനെ ഹംസയുടെ പ്ലാൻ പ്രകാരം ഹംസ SP യെ വധിക്കുന്നുണ്ട്. പിന്നീട് ഹംസയാണെങ്കിൽ ജയിൽമാറ്റം നടത്തപ്പെട്ട ഉസൈറിനെ പോയി കാണുവാണ്. നിനക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്തു തരാം, അല്പം കൂടെ കാത്തു നിൽക്ക്, നിന്നെ പുറത്താക്കാനുള്ള എല്ലാ അറേഞ്ച്മെന്റും ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ട് അവനെ സമാധാനിപ്പിക്കുകയാണ്. തുടർന്ന് ഹംസ അജയ് സെന്നൽ സാറെ കാണാനായിട്ട് ദുബായിലേക്ക് പോവാണ്. ഉറിയ ആക്രമണത്തിൽ വീരമൃത്യു വെച്ച ഇന്ത്യൻ സോൾജേഴ്സിന്റെ ആദരസൂചകമായിട്ട് സെപ്റ്റംബർ 28-ന് ഇന്ത്യയിൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്നുണ്ടെന്ന കാര്യം ന്യൂസിൽ പറയുന്നത് അവൻ നോക്കുന്നുണ്ട്. തുടർന്ന് ഹംസ ആണെങ്കിൽ അജയ് സെന്നൽ സാറെ കണ്ടിട്ട് ഇന്ത്യയിലേക്ക് വലിയൊരു കള്ളപ്പണത്തിന്റെ ഒഴുക്ക് നടക്കുന്നുണ്ടെന്ന്, അത് UP ഇലക്ഷനും പിന്നെ ഡ്രഗ് ഡീലിംഗിനും പിന്നെ ടെററിസ്റ്റ് ഓപ്പറേഷൻ ആയിട്ടൊക്കെ ഉപയോഗിക്കുമെന്ന് അദ്ദേഹത്തോട് പറയാണ്. തുടർന്ന് അദ്ദേഹമാണെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് പാകിസ്ഥാനെതിരെ രഹസ്യമായിട്ട് പല നടപടികളും എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു കൊടുക്കുന്നു. പിന്നീട് ഹംസയോട് അജയ് സെന്നൽ സാർ, നിനക്ക് അവൻ എന്നോട് പറഞ്ഞത് ഓർമ്മയില്ലേ, നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിനക്ക് പറ്റുന്നത്ര ചെയ്യും എന്ന് സഹൂർ മിസ്ട്രി അജയ് സെന്നൽ സാറിനോട് പറഞ്ഞ കാര്യം ഹംസയോട് ഒന്നുകൂടെ പറഞ്ഞ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. പിന്നീട് ഹംസയ്ക്കാണെങ്കിൽ ഈ ഓപ്പറേഷൻ ദുരന്തം നടത്താനുള്ള പൂർണ്ണമായ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഈ വലിയ കള്ളപ്പണത്തിന്റെ ഒഴുക്ക് കാരണം ഇന്ത്യയിൽ ഓപ്പറേഷൻ ഗ്രീൻ ലീഫ് നടക്കുകയാണ്. ഇന്ത്യയിൽ 500 രൂപയുടെയും 1000 രൂപയുടെയും നോട്ട് റദ്ദാക്കിയതായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി TV ന്യൂസിലൂടെ പറയാണ്. താൻ അടിച്ചിറക്കിയ 500 രൂപയുടെയും 1000 രൂപയുടെയും 60,000 കോടിയോളം കള്ളപ്പണം എന്ത് ചെയ്യുമെന്ന് അറിയാതെ ഖനാനി ആകെ ടെൻഷൻ അടിച്ച് കണ്ണു തള്ളി നിൽക്കുവാണ്. പിന്നീട് അവനെ ഹംസയെ വിളിച്ച് ഇത്രയും പണം താൻ എന്താ ചെയ്യാന്ന് ഹംസയോട് ചോദിക്കുകയാണ്. അപ്പോൾ ഹംസ ആണെങ്കിൽ നിങ്ങൾ എവിടെയാണുള്ളത് എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് ഹംസ ഖനാനിയെ കാണാനായിട്ട് പണം അടിച്ചിറക്കിയ ഫാക്ടറിയിലേക്ക് പോവുകയാണ്. അവിടെ വെച്ച് അവൻ 60,000 കോടിയോളം ഇന്ത്യയുടെ കള്ളപ്പണം അടിച്ചിറക്കി കണ്ടിട്ട് ഞെട്ടിപ്പോവുകയാണ്. തുടർന്ന് അവിടെ വെച്ച് ഹംസ താൻ ഒരു ഇന്ത്യൻ സ്പൈ ആണെന്ന കാര്യം ഖനാനിയോട് പറഞ്ഞ ശേഷം നീ എന്നെയും എന്റെ രാജ്യത്തെയുമാണ് ഇല്ലാതാക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവനെ കൊന്നുകളയാണ്. പിന്നീട് ഹംസ 60,000 കോടിയോളം വരുന്ന കള്ളപ്പണം കത്തിച്ചളയാണ്. തുടർന്ന് ഹംസ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആതിഫ് അഹമ്മദ് ചെയ്ത കള്ളപ്പണത്തിന്റെയും ഡ്രഗ്സിന്റെയും ഡീലിംഗ് ഒക്കെ തെളിവ് സഹിതം അജയ് സെന്നൽ സാർ ഇന്ത്യൻ ഗവൺമെന്റിന് കാണിക്കുകയാണ്. തുടർന്ന് ആതിഫ് അഹമ്മദിനെയും കൂട്ടാളികളെയും ഇന്ത്യൻ ഗവൺമെന്റ് അറസ്റ്റ് ചെയ്യുകയാണ്. മറ്റൊരു വശത്ത് തന്റെ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ SP യുടെ കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരൻ മനസ്സിലാക്കുകയാണ്. അതായത് ഹംസയുടെ വരവോടുകൂടിയാണ് ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ നടക്കാൻ തുടങ്ങി. അങ്ങനെ ആ പോലീസുകാരന് ഹംസ ഒരു ഇന്ത്യൻ ചാരനാണെന്ന് മനസ്സിലാകും. അങ്ങനെ ഹംസയുടെ നേതൃത്വത്തിൽ നല്ല കറക്റ്റ് പ്ലാനിങ്ങോടെ ഒരു അജ്ഞാത വെടിവെപ്പുകാരനെ ഉപയോഗിച്ച് ഹംസ ഇന്ത്യയിൽ ആക്രമണം അഴിച്ചുവിട്ട എല്ലാ തീവ്രവാദികളെയും കൊല്ലുന്നുണ്ട്. താൻ കൊന്നവരുടെ എല്ലാ വിവരങ്ങളും തത്സമയം അജയ് സെന്നൽ സാറിന് കൈമാറുന്നു. തുടർന്ന് അജയ് സെന്നൽ സാറെ വീഡിയോ കോൾ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് ലൈവായിട്ട് സഹൂർ മിസ്ട്രിയെ കൊന്നുകളയുകയാണ്. അങ്ങനെ അജയ് സെന്നലിനെ താൻ സഹൂർ മിസ്ട്രിയെ കൊല്ലുമെന്ന് പറഞ്ഞ് ഹംസ കൊടുത്ത വാക്ക് പൂർത്തീകരിക്കുകയാണ്. അങ്ങനെ ഹംസ ദാവൂദ് ഇബ്രാഹിമിനെ കാണാൻ പോവുകയാണ്. അദ്ദേഹത്തെ കൊല്ലാനായിട്ട് ഡൈമീഥൈൽ മെർക്കുറി ഹംസ കരുതുന്നുണ്ട്. തങ്ങളുടെ വേണ്ടപ്പെട്ടവരൊക്കെ ഇന്ത്യക്കാർ കൊന്ന ദേശത്തിൽ ദാവൂദ് ഇബ്രാഹിം ആണെങ്കിൽ ഇന്ത്യയിലേക്ക് അടുത്ത ആക്രമണം അഴിച്ചുവിടാനായിട്ട് ആതിഫ് അഹമ്മദിനോട് പറയാനായിട്ട് ഇക്ബാലിനോട് പറയുകയാണ്. തുടർന്ന് ദാവൂദ് ഇബ്രാഹിമിനോട് ഇക്ബാൽ ആണെങ്കിൽ ഇന്ത്യയിലേക്ക് താൻ ഒരുപാട് മുജാഹിദീങ്ങളെ അയച്ചിട്ട് ഇന്ത്യ ആക്രമിക്കാം എന്ന് തന്നെ പറയുകയാണ്. ഹംസ പോകുന്ന വഴിക്ക് ദാവൂദ് ഇബ്രാഹിമിനെ കൊല്ലാനായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിലും അതിന് പറ്റിയ സാഹചര്യമല്ലായിരുന്നു അത്. തുടർന്ന് ഇക്ബാൽ ആണെങ്കിൽ ആതിഫ് അഹമ്മദിനെ വിളിച്ചിട്ട് എന്റെ പിള്ളേരൊക്കെ ഇപ്പം ബോർഡർ കടക്കും, എല്ലാ ആയുധങ്ങളും റെഡിയാണെന്ന് ആതിഫ് അഹമ്മദിനോട് പറയാണ്. ഹംസ ആണെങ്കിൽ അവസാനമായിട്ട് എലീനെ കണ്ടിട്ട് എനിക്ക് ഒരുപാട് കാലം ഈ പാകിസ്ഥാനിൽ നിൽക്കാൻ പറ്റില്ല, നീയും മകനും ചേർന്ന് എത്രയും പെട്ടെന്ന് നാട് വിട്ടോണം എന്ന് പറഞ്ഞിട്ട് അവർക്ക് ടിക്കറ്റ് കൊടുക്കുകയാണ്. എലീനാണെങ്കിൽ അവസാനമായിട്ട് അവനൊരു മുത്തം കൊടുത്ത് പറഞ്ഞയക്കുകയാണ്. ഹംസ ഒരു ഇന്ത്യൻ ചാരനാണെന്ന് സംശയമുണ്ടായിരുന്ന പോലീസുകാരനാണ് ഇതൊക്കെ വാച്ച് ചെയ്യുന്നുണ്ട്. പോലീസുകാരനാണെങ്കിൽ എലീനയുടെ മകനെ നേർക്ക് തോക്ക് ചൂണ്ടിയിട്ട് ഹംസ ഒരു ഇന്ത്യൻ സ്പൈ അല്ലേ, സത്യം പറഞ്ഞു അല്ലെങ്കിൽ അവനെ കൊന്നുകളെ എന്ന് പറയാണ്. അപ്പോൾ എലീനയാണെങ്കിൽ നിവൃത്തിയില്ലാതെ ഹംസ ഒരു ഇന്ത്യൻ ഏജന്റ് ആണെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുകയാണ്. തുടർന്ന് ആതിഫ് അഹമ്മദിന്റെ ന്യൂസ് ഇക്ബാലും തീവ്രവാദികളും കാണുകയാണ്. ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ ലൈവായിട്ട് അജ്ഞാതർ ആതിഫ് അഹമ്മദിനെ കൊന്നുകളയാണ്. ഇത് കണ്ടാകെ ഇക്ബാലും കൂടെയുള്ളവരും ഞെട്ടിപ്പോവുകയാണ്. തുടർന്ന് പോലീസുകാരനാണെങ്കിൽ ഇക്ബാലിനെ വിളിച്ചിട്ട് നിങ്ങൾ ഏറ്റവും അധികം സ്നേഹിച്ച നിങ്ങളുടെ കൂടെ കൊണ്ടു നടന്ന ഹംസയാണ് ഇതിനൊക്കെ കാരണമെന്നും ഹംസ ഒരു ഇന്ത്യൻ ഏജന്റ് ആണെന്നും പറയുകയാണ്. ഇത് കേട്ട ദേഷ്യത്തിൽ ഇക്ബാൽ വീട്ടിലേക്ക് പോവുകയും അവിടെ വെച്ച് തന്നെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന പിതാവിനെ വെള്ളത്തിൽ മുക്കി കൊല്ലുന്നുമുണ്ട്. തുടർന്ന് ഇക്ബാൽ ആണെങ്കിൽ തന്റെ മുടി വെട്ടി പുതിയൊരു രൂപത്തിലേക്ക് മാറുകയാണ്. അങ്ങനെ അടുത്തതായിട്ട് ഇക്ബാലിനെ കാണാൻ പോകുന്ന ഹംസയാണ് കാണിക്കുന്നത്. ഹംസയുടെ അദ്ദേഹമാണെങ്കിൽ ഹംസ നിനക്കറിയോ
മുജാഹിദീങ്ങൾ ഇന്ത്യ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്തുകൊണ്ടാണ് സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിക്കുന്നത് നിനക്കറിയോ? അപ്പോൾ ഹംസ ആണെങ്കിൽ ആക്രമണത്തിന് ഗൈഡ് ചെയ്യാനല്ലേ എന്ന് ഇക്ബാലിനോട് പറയുമ്പോൾ ഇക്ബാൽ ആണെങ്കിൽ അല്ല, എനിക്ക് ആക്രമിക്കപ്പെട്ടവരുടെ കരച്ചിൽ കേൾക്കണമായിരുന്നു, എനിക്കത് സമാധാനം നൽകി, എനിക്ക് നിന്റെ രാജ്യത്തെ ഇല്ലാതാക്കാനുള്ള ആഗ്രഹം മനസ്സിൽ നിന്നും പോകുന്നില്ല, കാരണം അതെന്റെ സ്വപ്നമാണ്. അപ്പോൾ ഹംസയ്ക്കാണെങ്കിൽ താനൊരു ഇന്ത്യൻ സ്പൈ ആണെന്ന കാര്യം ഇക്ബാലിന് മനസ്സിലായി എന്ന കാര്യം മനസ്സിലാവുകയാണ്. അപ്പോൾ ഇക്ബാൽ ഹംസയെ അവിടെ വെച്ച് ആക്രമിക്കുകയാണ്. ഈ ആക്രമണങ്ങളൊക്കെ മുന്നിൽ കണ്ട ഹംസ ഷിറാനിയോട് നല്ലൊരു പദ്ധതി തയ്യാറാക്കിയിരുന്നു. ഷിറാനിയോട് അവനാണെങ്കിൽ ആയിരക്കണക്കിന് ബലൂജികൾ പാകിസ്ഥാനോട് അവരുടെ ഫ്രീഡത്തിന് വേണ്ടി പോരാടിയിട്ട് മരിച്ചു പോയിട്ടുണ്ട്, എല്ലാവരെയും നമുക്ക് നഷ്ടമായി, നിങ്ങൾക്ക് ഇതിന് റിവെഞ്ച് ചെയ്യാൻ ഞാൻ എല്ലാവരെയും ഒരു കുടക്കീഴിൽ എത്തിച്ചു തരാം, നിങ്ങൾ എന്ത് ചെയ്യും അവരെ? അപ്പോൾ ഷിറാനാണെങ്കിൽ എല്ലാവരെയും ഞാൻ കൊന്നുകളയും എന്ന് ഹംസയോട് പറയുകയാണ്. തുടർന്ന് ഹംസയാണെങ്കിൽ ഷിറാനിയോട് റേഞ്ചേഴ്സ് യൂണിഫോം ഇട്ട് നിന്നോട്ടെ, അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള ലോക്കൽസിനെ സൈനികർ ലഷ്കർ ഇ ത്വയ്ബയുമായിട്ട് പോരാടുകയാണ് കരുതും, അപ്പോൾ ലോക്കൽസ് എന്തായാലും കയറി വരില്ല. അങ്ങനെ ഹംസ ഇക്ബാലിനാൽ ആക്രമിക്കപ്പെടുകയാണ്. അങ്ങനെ ഷിറാനിയും റിസ്വാനും റേഞ്ചേഴ്സിന്റെ യൂണിഫോം ഇട്ട ബലൂജുകളും ഇക്ബാലിനും മുജാഹിദീങ്ങൾക്കുമെതിരെ പോരാടുകയാണ്. എല്ലാ മുജാഹിദീങ്ങളെയും അവർ കൊന്നുകളയുന്നുണ്ട്. അങ്ങനെ അവിടെ ഇക്ബാലിനും അവന്റെ ആൾക്കാർക്കുമെതിരെ ഹംസയും ഷിറാനിയും അവന്റെ ടീമും വലിയൊരു ആക്രമണം നടത്തുകയാണ്. അവസാനം ഇക്ബാലും ഹംസയും തമ്മിൽ വലിയ പോരാട്ടം നടക്കുന്നുണ്ട്. ഇക്ബാൽ ആണെങ്കിൽ ഹംസയോട്, നീ എന്റെ രാജ്യത്തിലൂടെ എത്ര സുഖമായിട്ടാണല്ലേ നടന്നത്, നിന്റെ ഇന്ത്യക്കാരെയൊക്കെ എനിക്ക് കൊല്ലണം, ആദ്യം നീ മരിക്ക് എന്നും പറഞ്ഞ് ഹംസയെ കൊല്ലാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ അവസാനം ഹംസ ഇക്ബാലിനെ കൊന്നു കളയുന്നുണ്ട്. താനൊരു ഇന്ത്യൻ സ്പൈ ആണെന്ന കാര്യം എല്ലാവർക്കും മനസ്സിലായി. ഉടനെ തന്നെ താൻ മരിക്കുമെന്ന് ഹംസയ്ക്ക് അറിയാം. അവസാനമായിട്ട് അവൻ എലീനയെ വിളിച്ചിട്ട് കരഞ്ഞുകൊണ്ട് യാത്ര പറയുകയാണ്. അടുത്ത സീനിലെ ഹംസ ഒരു ഇന്ത്യൻ സ്പൈ ആയതുകൊണ്ട് തന്നെ അവനെ കെട്ടിയിട്ട് ആക്രമിക്കുന്നത് കാണാൻ പറ്റും. ഹംസ ആകെ അടികൊണ്ട് ചോരയിൽ കുളിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള പാകിസ്ഥാനി ഇന്റലിജൻസ് ഡയറക്ടറായ ഹസൻ സാബിനെ അജയ് സിന്യാൽ സാർ വിളിക്കുകയാണ്. അജയ് സിന്യാൽ സാർ ആണെങ്കിൽ അദ്ദേഹത്തോട് നിങ്ങളുടെ കൂടെയുള്ള തന്റെ ഏജന്റിനെ ഇങ്ങ് വിട്ടേക്കാനായിട്ട് പറയാണ്. അതിന് അദ്ദേഹം സമ്മതിക്കാതിരുന്നപ്പോൾ അജയ് സിന്യാൽ സാർ ആണെങ്കിൽ അദ്ദേഹം ഇല്ലീഗലായിട്ട് പാകിസ്ഥാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാമിനെ കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും പാകിസ്ഥാന്റെ എനിമിയായ ഇസ്രായേലിന് കൈമാറിയ വിവരം താൻ പാകിസ്ഥാനെ അറിയിക്കുമെന്ന് പറഞ്ഞിട്ട് അജയ് സിന്യാൽ സാർ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുകയാണ്. തുടർന്ന് അദ്ദേഹം നിങ്ങളുടെ സ്വന്തം ആൾക്കാർ തന്നെ നിന്നെ ഒരു പേപ്പട്ടിയെ പോലെ തല്ലിക്കൊല്ലും. ഇത് കേട്ട് പേടിച്ച അദ്ദേഹമാണെങ്കിൽ അജയ് സിന്യാൽ സാറിനോട് ലോകം മുഴുവൻ അറിഞ്ഞു നമ്മളൊരു ഇന്ത്യൻ ഏജന്റിനെ പിടിച്ച കാര്യം, ഞാൻ ഈ തെറ്റ് ആരെ മുകളിലാണ് ഇട്ടുകൊടുക്കുക? അപ്പോൾ ഹംസ ആണെങ്കിൽ ഉസൈർ ബലൂജ് എന്ന് പറയുകയാണ്. അങ്ങനെ ഉസൈർ ആണെങ്കിൽ പാകിസ്ഥാനിലുള്ള ഇന്ത്യൻ സ്പൈ എന്ന പേരിൽ ശിക്ഷിക്കപ്പെടുകയാണ്. ഇവിടെയാണ് ഗൈസ് ട്വിസ്റ്റ്, ഉസൈർ ഒരു ഇന്ത്യൻ ഏജന്റ് ആയിരുന്നു. ഇതൊക്കെ കേട്ട് ഹസൻ സാബ് ആകെ ഞെട്ടിപ്പോവുകയാണ്. അങ്ങനെ പാക് ജേർണലിലൊക്കെ ഇന്റർനാഷണൽ പ്രഷർ കാരണം പാകിസ്ഥാൻ റേഞ്ചേഴ്സ് ലഷ്കർ ഇ ത്വയ്ബയെയും ഇക്ബാലിനെയും അവരുടെ മുർദിക്കിലുള്ള ബേസിനെയും ടെററിസം ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് ഇല്ലാതാക്കി എന്നാണ് ന്യൂസ് വന്നത്. അങ്ങനെ അവൻ അവസാനമായിട്ട് ഷിറാനിയോടും റിസ്വാനോടും യാത്ര പറഞ്ഞത് ഓർക്കുകയാണ്. അങ്ങനെ അജയ് സിന്യാൽ സാറ് പറഞ്ഞതുപോലെ തന്നെ ഹംസയെ അവർ ജീവനോടെ മർഗല ഹിൽസിൽ ഉപേക്ഷിക്കുകയാണ്. അവിടെ അവനെ പിക്ക് ചെയ്യാനായിട്ട് എത്തിയത് വേറെ ആരുമല്ല, ജമീൽ ജമാരി ആയിരുന്നു. ഇവിടെ വെച്ച് നമുക്ക് മനസ്സിലാക്കാം ജമീൽ ജമാരിയും ഇന്ത്യക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഹംസ താൻ ഈ മിഷനുമായിട്ട് പാകിസ്ഥാനിലേക്ക് വരുന്ന അജയ് സിന്യാൽ സാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മിക്കുകയാണ്. നിനക്ക് അവിടെ നിഴലായി നിനക്ക് സഹായത്തിനായിട്ട് എപ്പോഴും ഒരാൾ ഉണ്ടായിരിക്കും. തുടർന്ന് ജമീൽ ജമാരാണെങ്കിൽ തന്നെ 45 കൊല്ലങ്ങൾക്ക് മുമ്പാണ് പാകിസ്ഥാനിലേക്ക് അവർ പറഞ്ഞയച്ചത്, പാകിസ്ഥാൻ പൊളിറ്റിക്സിലെ അംഗമാവാൻ വേണ്ടി. തുടർന്ന് എലീനയുടെയും തന്റെ മകന്റെയും ഫോട്ടോ നോക്കുന്നത് കണ്ട് ജമീൽ ജമാരി ഹംസയോട് അവരെ നീ മറന്നുകള, അതായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത്, നീ കാരണമാണ് നമ്മൾ ഈ യുദ്ധത്തിൽ ജയിച്ചത്, ഇനിയും നിനക്ക് ഒരുപാട് കടമകൾ ബാക്കിയുണ്ട്. അപ്പോൾ ഹംസയാണെങ്കിൽ തനിക്ക് ബഡേ സാബിനെ കൊല്ലാൻ കഴിയാത്തതിനുള്ള സങ്കടമുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ജമീൽ ജമാരാണെങ്കിൽ അദ്ദേഹം കൊടുത്ത വിഷം കാരണമാണ് ദാവൂദ് ഇബ്രാഹിം ഇഞ്ചിഞ്ചായി മരിക്കുന്നത് എന്ന കാര്യം ഹംസയോട് പറയുകയാണ്. അവന് ഒറ്റയടി കൊന്നാലും അത്ര സുഖം കിട്ടില്ല, അവൻ ഇഞ്ചിഞ്ചായി മരിക്കണം. തുടർന്ന് ഹംസയെ ജമീൽ ജമാരി ഇന്ത്യയിലേക്ക് യാത്ര അയക്കുകയാണ്. തുടർന്ന് ഹംസ ജസ്ക്രാത് സിംഗ് റംഗിയായിട്ട് ഇന്ത്യയിലെത്തി അജയ് സിന്യാൽ സാറെ കാണിക്കുകയാണ്. അജയ് സിന്യാൽ സാർ അവനെ സ്നേഹത്തോടെ അഭിമാനത്തോടെ ജസ്ക്രാത് നീ നല്ലോണം ചെയ്തു എന്ന് അവനോട് പറയുകയാണ്. ജസ്ക്രാത്താണെങ്കിൽ അവസാനം മറ്റു തന്റെ ഭാര്യയെയും മകനെയും കണ്ടിട്ട് ഫോട്ടോക്കാരനോട് കത്തിച്ചള്ളുകയാണ്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം അവൻ തന്റെ നാട്ടിലേക്ക് സ്വന്തം അമ്മയെയും പെങ്ങളെയും കാണാനായിട്ട് പോവുകയാണ്. അവന് സങ്കടവും സന്തോഷവും അടക്കാനായിരുന്നില്ല. താൻ അത്രയും സ്നേഹിച്ച തന്റെ ഫാമിലിയെ അവസാനമായൊന്ന് നോക്കി ഇനിയും തനിക്ക് എന്തൊക്കെയോ പൂർത്തീകരിക്കാനുണ്ട് എന്ന് ചിന്തിക്കുന്ന ജസ്ക്രാത്തിനെ കാണിച്ചുകൊണ്ട് ഈ മൂവി ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. എങ്ങനെയുണ്ട് മൂവി? അവസാനത്തെ ട്വിസ്റ്റ് ഒക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടോ? ജമീൽ ജമാരിയും ഉസൈറും ഇന്ത്യക്ക് വേണ്ടി വർക്ക് ചെയ്തു എന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പോണേ ഗൈസ്. പിന്നെ ഞാൻ സ്പീഡ് കൂടിയിട്ട് പറഞ്ഞു, സ്പീഡ് കുറഞ്ഞിട്ട് പറഞ്ഞു. എൻ്റെ ആദ്യത്തെ എക്സ്പ്ലനേഷൻ ആണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യണേ, എന്നാൽ പിന്നെ എനിക്ക് നല്ലോണം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പം വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ ഗൈസ്. ഓക്കെ ബൈ.